ഹലോ, എന്നാ എടുക്കാൻ പോവാ? മീൻ കറി. എന്നാ മീനാ? അയല. വേറെ കറി എന്നാ? പരിപ്പിൻ്റെ കൂടെ എന്നാ ഇടുന്നേ? മുരിങ്ങയില. തേങ്ങ അരച്ചല്ലേ വെക്കുന്നേ? തേങ്ങ അരച്ച് പരിപ്പും മുരിങ്ങയിലയും തേങ്ങ അരച്ച് പരിപ്പും മുരിങ്ങയിലയും ചാറും പിന്നെ അയല മുളക് അരച്ചും വെക്കാൻ പോവാം. ഞങ്ങൾ രാവിലെ പത്തിരിയും ബ്രൂ കോഫിയും കുടിച്ചു, വെള്ളവും. പിന്നെ മുട്ടക്കറി വെക്കാമെന്ന് ഞാൻ ഈ കൊച്ചിനോട് പറഞ്ഞു. ഇവന് മുട്ടക്കറി ഇഷ്ടമല്ല, അത് കാരണം അവൻ സമ്മതിച്ചില്ല. പിന്നെ മെനക്കെടുന്ന എന്തിനാ? അല്ല തേങ്ങ അരച്ച് ഞാൻ മുട്ടക്കറി വെക്കാമായിരുന്നു. രാവിലെ തേങ്ങ പൊതിക്കാൻ നോക്കുമ്പം പാര ഒടിഞ്ഞു പോയി. പിന്നെ ഞങ്ങളത് തേങ്ങ വെച്ചുള്ള സർവ്വ കറികളും ഡ്രോപ്പ് ചെയ്തു. അപ്പോഴാണ് എൻ്റെ ബുദ്ധിയിൽ ഉദിക്കുന്നത്. എൻ്റെ ബുദ്ധിയിലല്ല, ദൈവം ഓർപ്പിച്ച് തന്നേ. എൻ്റെ കർത്താവേ ക്ഷമിക്കണേ, ദൈവം ഓർപ്പിച്ച് തന്നേ. നിനക്ക് ഞാൻ വെട്ടുകത്തി എന്തിനാണ് തന്നിരിക്കുന്നത്? തേങ്ങ പൊതിക്കാൻ കുഞ്ഞിലെ വെട്ടുകത്തി കൊണ്ട് നിന്നെ ഞാൻ എന്തിനാ പഠിപ്പിച്ചേ? അപ്പം ഞാൻ ചമ്മിപ്പോയി. എളുപ്പം വെട്ടുകത്തി എടുക്കൂ കുഞ്ഞു എളുപ്പം വെട്ടുകത്തി എടുത്തിട്ട് അപ്പം തൊട്ടെന്നെ കളിയാക്കാൻ തുടങ്ങി. ഞാൻ ജോമാസ് വേൾഡ് സമ്മതിച്ചു കൊടുക്കുവോ? തോറ്റ് പിന്മാറുവോ? ഒരിക്കലും ഇല്ല. ജോമാസ് വേൾഡ് സ്റ്റൂളും കസേരയും പുറത്തെടുത്തിട്ട് സ്റ്റൂളെ വെച്ച് മേലാത്ത കൈയും ശരീരവും വെച്ച് ഞാൻ കുത്തി എടുത്ത് ഞാൻ വെട്ടുകത്തി വെച്ച് ദൈവകൃപയാൽ തേങ്ങ പൊതിച്ചു. ആദ്യം ഞാനൊന്ന് പതറി. പക്ഷേ ജോമാസ് വേൾഡ് അല്ലേ, പതറുകയില്ല ഞാൻ. അന്നേരം വേണ്ട, നമ്മുടെ വർക്ക് ഏരിയയിൽ നിന്ന് ആരൺ പരിപാടികൾ ഓരോന്നും ചെയ്യുവാണ്. രാവിലെ ഞങ്ങളങ്ങനെ ആരൺ പഞ്ചസാരയും പത്തിരി, ഞാൻ ബ്രൂ കോഫിയും പത്തിരിയും കഴിച്ചു. മിണ്ടായിരിയുടെ അവിടെ. കോഴി മുട്ടയിടാൻ തുടങ്ങിയില്ല. 1 മാസവും കൂടെ പിടിക്കുമെന്ന് ഓർത്തിരിക്കുന്നു. 1 2 നമുക്ക് അറിയത്തില്ല. കുഞ്ഞ് കോഴിയായിട്ട് കൊണ്ടുവന്നതല്ലേ, ഇപ്പം മുട്ടയിടാറായി കാണും. പിന്നെ അപ്പോൾ ഞങ്ങൾ അപ്പം ഞങ്ങൾ പരിപ്പ് കറിയും പരിപ്പും മുരിങ്ങയിലയും കൂടെ തേങ്ങ അരച്ച് ചാറ് വെക്കും, മീൻ മുളക് അരച്ചും വെക്കും. അന്നേരം ഉച്ചയ്ക്ക് ഉണ്ണുമ്പം ദൈവം സഹായിച്ചാൽ കാണാം. ഇപ്പം ഞാൻ വെട്ടുകത്തി കൊണ്ട് തേങ്ങ പൊതിക്കുന്ന വീഡിയോ ഷോർട്സ് ഇടും. എല്ലാവരും കാണണം കേട്ടോ, ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണെങ്കിൽ പൊങ്കാലയൊന്നും ഇവനെക്കൊണ്ട് തോറ്റല്ലോ. നിങ്ങൾക്കറിയാവുന്നതാണെങ്കിൽ പൊങ്കാലയൊന്നും ഇടണ്ട. അറിയാൻ മേലാത്തവർ കണ്ടുപിടിക്കുക. പിന്നെ ജോമാസ് വേൾഡ് എന്ന് പറഞ്ഞാൽ ജോമയുടെ ലോകം. അത് പച്ചയായ ജീവിതം, കലർപ്പില്ലാത്ത ജീവിതം. എന്ത് സംസാരിക്കുന്നോ അത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു ജോമ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാതെ ഇവളേത് കോത്താഴത്തുകാരി, ഇവളെവിടുന്ന് വന്നു, ഇവളെന്നെ ഈ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ജീവിതം എങ്ങനെയാണ്. കോഴിക്കിട്ട് അടി കൊടുക്കും. മുട്ടയിട്ടോ? അത് മുട്ടയിടുന്ന അത് ഇതല്ലേ പെടക്കോഴി. ഇത് പൂവനാ പോകുന്നത്. എന്നിട്ട് കൊത്തി കുടിക്കുകയാണോ? എന്നാൽ ക്യാമറ അങ്ങോട്ട് ചെരിച്ച് വെക്കണം, ഇതൊക്കെ കൊത്തി കുടിക്കുന്നുണ്ടോയെന്നറിയാം. എന്നിട്ട് പിന്നെ ജോമയുടെ പച്ചയായ യഥാർത്ഥ ജീവിതമാട്ടോ ജോമാസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൽ കൂടെ കാണിക്കുന്ന, അല്ലാതെ വെച്ചുകെട്ടില്ല, കലർപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പച്ചയായ ജീവിതം ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒത്തിരി പേര് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ബൈ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരയുമ്മ. നല്ല മണം വരുന്നത് എന്നാണെന്നറിയാമോ? പരിപ്പ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ചു.
അത് കഴിഞ്ഞപ്പോൾ തേങ്ങായും ജീരകവും ഒരു നുള്ളു ജീരകവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു ചുള വെളുത്തുള്ളി, 3-4 ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളകും കൂടെ ഇട്ട് അരപ്പുണ്ടാക്കി പരിപ്പിനകത്തിട്ട് നല്ല തിളച്ചു. ഇനി നമ്മൾ കടുക് വറക്കാൻ പോകും. തീ കുറച്ച് വെക്കുവാണേ. കടുക് വറക്കുമ്പോൾ എന്നാക്കിയാണെന്ന് ഇപ്പോൾ കാണിക്കാം. കടുക് വറക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാനൊന്നും പറയണ്ടല്ലോ. കടുക്, വറ്റൽമുളക്, ചുവന്നുള്ളി, കറിവേപ്പില ഇല്ല. പരിപ്പ് കറിക്കൊക്കെ മസ്റ്റാണ്. എന്നാ ചെയ്യാനാ, നമുക്കില്ല. മുമ്പേ അച്ചായൻസ് എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീടൊന്നും എനിക്കറിയത്തില്ല, പാലായിൽ എവിടെയാന്ന് വരാം. ഇപ്പം എന്തായാലും ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പം നമ്മുടെ മുരിങ്ങയില ഞാൻ റെഡിയാക്കി കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തോട്ടിട്ടൊന്ന് വഴറ്റണം. എന്നിട്ട് ആ പരിപ്പ് വെന്തില്ലേ, അരപ്പിട്ട് തിളപ്പിച്ചില്ലേ, അതിനകത്തോട്ടിടുക. കാണിക്കാവേ. ഇത് കണ്ടോ, മുരിങ്ങയിലയിട്ട് വാട്ടിയത് നന്നായിട്ട് മൂപ്പിച്ചു. ഇനി നമുക്ക് പരിപ്പിലോട്ട് ഒഴിക്കാം. ആറിപ്പോയോ ഇത്ര പെട്ടെന്ന്? ഇങ്ങോട്ട് മാറ്റിയ ഉടനെ ആറിപ്പോയോ? ഇനി ഒന്ന് തീ കൂട്ടി വെച്ച് 1 മിനിറ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇതിനകത്തോട്ടൊന്ന് കാണിച്ച് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. സൂപ്പർ. ശകലം ഉപ്പൂടെ മതി. ഇച്ചിരി ഉപ്പുകല്ലിടട്ടെ. പിന്നെ ടേസ്റ്റാ. മീൻകറി ഉപ്പുകല്ല്. മീൻകറിയും കൂടെ ഒന്ന് കാണിച്ചു. നമ്മുടെ കോട്ടയം മീൻകറിയാണ്. എപ്പോഴും കോട്ടയം മീൻകറി കാണിച്ചു തരുന്നതല്ലേ. ഉണ്ടോ ഇതെല്ലാം. ഈ ഒന്ന് എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചിരിക്കുക. ആരൻ വെച്ചാൽ കേട്ടോ. എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിപ്പ് കറി ഓഫ് ചെയ്ത് പരിപ്പ് കറിയും കൂട്ടി മീൻ കറിയും കൂട്ടി ചോറിനാം. ഇവിടെ ഇരുന്ന് എണ്ണ തെളിയട്ടെ കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ആഹാ, ഇല്ല കറക്റ്റ്. ഒന്ന് ചെരിച്ച് മൂടി വെക്കാൻ രണ്ടും. പരിപ്പും മുരിങ്ങയിലയും തേങ്ങ അരച്ച് ചാറും കോട്ടയം മീൻകറി അയലക്കറിയും സൂപ്പർ. ഞങ്ങൾ കഴിക്കട്ടെ.